ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറുപയർ കറി തയ്യാറാക്കിയാലോ. തേങ്ങ അരച്ച് ചേർക്കാതെയുള്ള ചെറുപയർ കറിയാണ്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പലരും തേങ്ങ അരച്ച് ചേർക്കാതെ ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും തയ്യാറാക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇനി നിങ്ങൾ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. മിക്സിയുടെ ജാറിലേക്ക് 10-12 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് 2 എണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചേർക്കണം. ചെറിയൊരു കഷ്ണം ഇഞ്ചി മതിയാവും, ചെറിയൊരു പീസ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 4 വറ്റൽമുളക് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വരാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ നല്ല കളർ ഉണ്ടാവും, പക്ഷേ എരിവ് കുറവായിരിക്കും. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിന് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. നമ്മൾ വറ്റൽമുളകൊക്കെ ചതച്ച് ചേർത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് ചെറുപയർ വേവിച്ചെടുത്തതാണ്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണ്. കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെറുപയർ കുതിർത്ത് വെക്കാതെയാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. നമ്മൾ ഇതുവരെ കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കറി എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലവണ്ണം കുറുക്കിയെടുക്കാം. പിന്നെ ചപ്പാത്തിയുടെയോ പുട്ടിൻ്റെയോ കഞ്ഞിയുടെയോ ഏതിൻ്റെ കൂടെയാണോ കഴിക്കാൻ പോകുന്നത് അതിനനുസരിച്ച് ആ ഒരു പാകത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിവിടെ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കറിവേപ്പില നേരത്തെ നമ്മൾ ചതച്ചെടുത്ത കൂട്ടത്തിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്. കൂടുതലൊന്നും വേണ്ട, 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ചെറുപയർ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്